ഹായ് ഹലോ സിജിയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ഗാർഡൻ ലവേഴ്സ് ആയാലും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരായാലും, ഇനിയിപ്പോൾ അത് കുഞ്ഞു ഗാർഡൻ ഉള്ളവരായാലും വലിയ ഗാർഡൻ ഉള്ളവരായാലും, കുഞ്ഞു കൃഷി ചെയ്യുന്നവരായാലും വലിയ കൃഷി ചെയ്യുന്നവരായാലും പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുമിൾ രോഗം അഥവാ ഫംഗൽ ഇൻഫെക്ഷൻ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ആശിച്ച് കൃഷിയൊക്കെ ചെയ്യും. തക്കാളി ആയാലും വെണ്ടയായാലും വഴുതനങ്ങയായാലും ഇനിയിപ്പോൾ ചെടികളാണെങ്കിലും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഒക്കെ ആയിരിക്കും നമ്മളിത് നട്ടുകൊടുക്കുന്നത്. നട്ടിതെല്ലാം അങ്ങോട്ട് തഴച്ച് അങ്ങോട്ട് മുകളിലോട്ട് വളർന്നു വരുമ്പോഴത്തേക്കും മണ്ടയൊക്കെ കുരുടിച്ച് അല്ലെങ്കിൽ ഇലകളിലൊക്കെ കുറേ മഞ്ഞ ഇതൊക്കെ പറ്റി അല്ലെങ്കിൽ മഞ്ഞ കുത്തുകളോ അല്ലെങ്കിൽ ചുവന്ന കുത്തുകളോ ഒക്കെ വന്ന് അല്ലെങ്കിൽ പൗഡർ പോലെയൊക്കെ വന്നിരുന്നത് ആകെ നശിച്ചു പോകും. അപ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇനി ഈ പണിക്കൊന്നും ഇറങ്ങണ്ട, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരവുമായാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അത് ഇതാണ് സാഫ്. ഇതൊരു ഫംഗിസൈഡാണ്. നമ്മൾ ചെടികൾ വളർത്തുന്നവരായാലും കൃഷി ചെയ്യുന്നവരായാലും ആരായാലും നമ്മുടെ കൂടെ കൂട്ടേണ്ട ഒരു പ്രധാന മിത്രമാണ് നമ്മുടെ ഈ ഒരു സാഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗിസൈഡ്. ഇനി നമ്മൾ ഈ സാഫ് എന്താണെന്നും ഇത് എങ്ങനെയൊക്കെ നമ്മുടെ കൃഷികളിൽ ഉപയോഗിക്കാമെന്നും എപ്പോൾ ഉപയോഗിക്കാമെന്നും എന്തളവിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നും എന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സബ് തരാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഫംഗൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് രണ്ട് തരമുണ്ട്. കോണ്ടാക്ട് ഫംഗിസൈഡും ഉണ്ട്, സിസ്റ്റമിക് ഫംഗിസൈഡും ഉണ്ട്. കോണ്ടാക്ട് ഫംഗിസൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥലത്ത് ഇതൊരു ലെയർ പോലെ ഒരു പാട പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ഇത് വീണ്ടും വരുന്ന ഫംഗൽ ഇൻഫെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അതിനെയാണ് നമുക്ക് കോണ്ടാക്ട് ഫംഗിസൈഡ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് സിസ്റ്റമിക് ഫംഗിസൈഡാണ്. സിസ്റ്റമിക് ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെടികളുടെയൊക്കെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഇലകളുടെ ബാക്ക് ഭാഗത്ത് അല്ലെങ്കിൽ അടിഭാഗത്തുള്ള കുഞ്ഞ് ദൂരങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമാറ്റ എന്നൊക്കെ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ദൂരങ്ങളിൽ കൂടി ഇത് ചെടിയുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചുവട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ വേരുകളിൽ കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ഇത് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് ചെടിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. കൂടാതെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കുന്ന സാഫ് ഈ രണ്ട് രീതിയിലും ആക്ട് ചെയ്യുന്നു. അതിന് കാരണം ഈ സാഫിൽ രണ്ട് തരം സബ്സ്റ്റൻസ് അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതിലടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാഫ്. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡാസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും മാംഗോസബ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസുമാണ്. ഈ കാർബൺ ഡാസിൻ എന്ന് പറയുന്നത് 12%, മാംഗോസബ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് 63% ഉണ്ട്. ഇതിൽ ഈ കാർബൺ ഡാസിൻ ആക്ട് ചെയ്യുന്നത് സിസ്റ്റമിക് ഫംഗിസൈഡ് ആയിട്ടും മാംഗോസബ് ആക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ഫംഗിസൈഡുമായിട്ടുമാണ്. അപ്പോൾ ഡബിൾ ധമാക്ക പോലെയാണ് ഈ ഒരു സാഫ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആക്ഷൻ കിട്ടുന്നത്. രണ്ട് രീതിയിലുള്ള ആക്ഷനും നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കോണ്ടാക്ട് ഫംഗിസൈഡ് ആക്ഷനും കിട്ടും. നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമിക് ഫംഗിസൈഡ് ആക്ഷനും കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ നമുക്ക് ചെടികളിൽ അപ്ലൈ ചെയ്യാം, എത്ര അളവിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സാഫ് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇത് നമ്മുടെ വായിലും കയ്യിലും ഒക്കെ പറ്റിയ ഭയങ്കര കയ്പുമായിരിക്കും. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു മാസ്കോ ഒക്കെ ഉപയോഗിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ സാഫിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇതൊരു ഗ്രീനിഷ് ബ്ലൂ കളറിലുള്ള പൊടിയാണ് ഈ സാഫ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഗ്രീനിഷ് ബ്ലൂ കളറിലാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഒരു പൊട്ടിച്ചതിന് ശേഷം നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് ഇത് ഇട്ട് വെച്ചിരിക്കണം. അതിൽ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണും കൂടെ വേണം ഇട്ട് വെച്ച് പിടിക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചാൽ ഇതിൻ്റെ ആ ഒരു ഫംഗിസൈഡൽ ആക്ഷനൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനെ നമ്മൾ നല്ല എയർ ടൈറ്റ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അകത്ത് ഇട്ട് വേണം നമ്മളിതിനെ സ്റ്റോർ ചെയ്യാൻ. ഇനി ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് കൂടിപ്പോയാൽ ഇത് ചെടികളെയൊക്കെ നശിപ്പിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് 1 മുതൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളത്തിലോ കലക്കിയതിന് ശേഷം വേണം നമ്മൾ ചെടികളിൽ അപ്ലൈ ചെയ്യാൻ. 2 ഗ്രാമിൽ കൂടുതൽ ആയിപ്പോയാൽ അത് ചെടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഗ്രാം അളന്നെടുക്കാൻ നമ്മളതിൽ പാത്രമൊന്നുമില്ല അല്ലെങ്കിൽ മെഷീനൊന്നുമില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ സ്പൂണൊക്കെ കാണും. അപ്പോൾ ഒരു സ്പൂണിൽ ഏകദേശം ഒരു 5 ഗ്രാമൊക്കെ കൊള്ളും. അപ്പോൾ ഒരു 1/4 ഭാഗത്തോടെ എടുത്താൽ തന്നെ 5 ഗ്രാം കൊള്ളും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 1 ഗ്രാം ഒരു സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ തന്നെ 1 ഗ്രാമൊക്കെ ആവും. അപ്പോൾ അത്രയും മതി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലോ ഒക്കെ. അപ്പോൾ ഇതാ
ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1-2 ഗ്രാം കാണും. ഇനി പലരും ചോദിക്കും മെഷീനിൽ കറക്റ്റ് അളന്നെടുക്കുന്നത്. അപ്പോൾ മെഷീനൊക്കെ ഉള്ളവർ കറക്റ്റ് 2 ഗ്രാമൊക്കെ അളന്നെടുത്തോളൂ. ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂണിൻ്റെ കുറച്ചിതാ ഇതുപോലെ ഒരു 1/4 ഭാഗം ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ അത് മതി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവും ഈ എടുക്കുന്ന പൗഡറിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 2 ഗ്രാം 3 ഗ്രാമോളം എനിക്കിതായി ഒരു സ്പ്രേയറിലെടുക്കാം. അപ്പം ഞാൻ കുറച്ച് കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം അത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഏതെങ്കിലും പഴയ തൈരിൻ്റെയോ ഏതിൻ്റെ ആയാലും മതി. നമുക്ക് നല്ല ഒരു എയർ ടൈറ്റ് ടിന്നിലാക്കി വേണം നമ്മൾ ഈ ഒരു സാഫ് പൗഡറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു. അപ്പോൾ കട്ട പിടിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ്നെസ് ഒക്കെ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നന്നായിട്ട് സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പോലെ നമ്മൾ ഇലകളിലും എല്ലാ ഇലകളിലും ചെടികളിലും ഒക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഇത് ഒഴിച്ചും കൊടുക്കാം. അതാകുമ്പോൾ റൂട്ടൊക്കെ വലിച്ചെടുത്ത് അതിനെ പിന്നെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും തടയുകയും അതിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ ചെടികളുടെയും ചുവട്ടിലായിട്ടും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ ഫംഗിസൈഡൊക്കെ എപ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ ഏത് സമയത്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ഇത് കൊടുക്കാൻ പറ്റിയ സമയം ഈവനിങ് ആണ്. ഈവനിങ് നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇത് കൊടുത്തിട്ട് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ വെള്ളത്തോടൊപ്പം വെളിയിലേക്ക് പോവുകയും ചെടികൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടാതാവുകയും ചെയ്യും. അപ്പോൾ ഈവനിങ് സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ഇതിൻ്റെ ആക്ഷൻ ആ ചെടികൾ നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഏത് സീസണിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാരണയായി നമ്മുടെ ചെടികൾക്ക് ഇതുപോലുള്ള ഫംഗൽ രോഗങ്ങളും അതേപോലെ ഒക്കെ ഉണ്ടാകുന്നത് മഴക്കാലത്തും തണുപ്പ് കാലത്തുമാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ, അതായത് മഴ സമയവും അതേപോലെ നമ്മുടെ തണുപ്പ് സമയവും ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയൊക്കെ നമ്മൾ ഇതുപോലെ കൊടുത്ത് അതിൻ്റെ ആ ഒരു പ്രതിരോധ ശേഷിയൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഏതൊരു കാര്യമായാലും വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെക്കാട്ടി എളുപ്പം വരാതെ തടയുന്നതല്ലേ. അപ്പോൾ നമ്മൾ അസുഖങ്ങളൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്തിന് മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ കൊടുത്ത് ചെടികളെ നന്നായിട്ടൊരു പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇനി ഏതൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് കൊടുക്കാം എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങനെ അറിയാം, നമുക്ക് ചെടികളിൽ ഇത് ഫംഗിസൈഡൽ രോഗമാണ് എന്ന് എങ്ങനെ അറിയാം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാൻ 1-2 ഡിസീസസിന്റെ പേര് പറയാം. അതിന്റെ ആ ഒരു സിംറ്റംസ് കാണിച്ചിട്ടുള്ള പിക്ചർ ഇതിന്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാവും. ഒന്നാമത്തേത് ലീഫ് സ്പോട്ട് ബ്ലാസ്റ്റ് ഡിസീസ് എന്ന്. ഇംഗ്ലീഷ് പേര് കേട്ട് ആരും നേട്ടണ്ട. നമ്മുടെ റോസുകളിലൊക്കെ കാണാറില്ലേ ഒരു ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ഒക്കെയുള്ള സ്പോട്ടുകൾ ഇങ്ങനെ ഇലകളിലൊക്കെ കാണും. ആ ഇല കുറെ കഴിയുമ്പോൾ മഞ്ഞിച്ച് അത് കൊഴിഞ്ഞു പോകും. ഒട്ടുമിക്ക ചെടികളുടെ ഇലകളിൽ, നമ്മുടെ വീട്ടിലെ ചെടികളിലായാലും അതേപോലെ വിളകളുടെ ഇലകളിലായാലും നമുക്ക് കാണാൻ പറ്റും പോലെയുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള സ്പോട്ടുകൾ ഇലകളിൽ കാണാൻ കഴിയും. ഇതിനെയാണ് നമ്മുടെ ലീഫ് സ്പോട്ട് ബ്ലാസ്റ്റ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസീസസിന് നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് വളരെ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഒരെണ്ണമാണ് റസ്റ്റ് ഫംഗൽ ഇൻഫെക്ഷൻ. റസ്റ്റ് ഫംഗൽ ഇൻഫെക്ഷൻ ഇത് നമ്മൾ ഒരു ബ്ലാക്ക് ബ്രൗൺ കളറിലെ സ്പോട്ടായിട്ടാണ് കാണുന്നതെങ്കിൽ ചില ലീഫുകളിൽ അത് ഒരു മഞ്ഞ പുള്ളി പോലെ കാണപ്പെടാം. ലീഫിൻ്റെ അടിഭാഗത്തും അതേപോലെ സ്റ്റെമ്മിലും ഒക്കെ ആയിട്ട് ആ ഒരു മഞ്ഞ പുള്ളികൾ പോലെയോ അല്ലെങ്കിൽ മഞ്ഞ കുഞ്ഞു പൊടികൾ പോലെയോ ഒക്കെ കാണാം. അതാണ് റസ്റ്റ് ഫംഗൽ ഡിസീസ്. അപ്പോൾ അതിനും നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഉപയോഗിക്കാവുന്ന നമ്മുടെ വേരുചീയൽ, നമ്മുടെ അഡീനിയം അതേപോലെ ബിഗോണിയ അങ്ങനത്തെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന വേരുചീയൽ, അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വേരും അതേപോലെ സ്റ്റെമ്മും ഒക്കെ ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലും നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് വളരെയേറെ ഉപയോഗമുള്ളതാണ്. പിന്നെ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പൗഡർ പോലെയൊക്കെ ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കാണാം. കുറേ കഴിയുമ്പോൾ ആ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ആ ചെടി മൂളോടെ കരിഞ്ഞൊക്കെ പോണത് കാണാം. അതാണ് മൈൽഡ്യൂ പൗഡർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിനും നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ചില ചെടികളുടേതായ ചെമ്പരത്തിയൊക്കെ പോലെയുള്ള ചെടികളുടെയൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഇരിക്കുന്നത് കാണാം. അതും ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനൊക്കെയും തന്നെ നമുക്ക് ഈ ഫംഗിസൈഡ് വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതല്ലാതെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്, അതിന് സ്പ്രേ ചെയ്യുന്നതും അല്ലാതെ ഈ ഫംഗിസൈഡിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ.
നമ്മൾ ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വിത്തുകളൊക്കെ എടുത്ത് വെക്കാറുണ്ട്, പിന്നെ പുതിയ തൈകളൊക്കെ മുളപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്ന വിത്തുകൾ കുറേയൊക്കെ മുളയ്ക്കാറില്ല, കാരണം അത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ആകാം. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ സീഡുകളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന് ഇതുപോലത്തെ സാഫിൻ്റെ പൗഡറിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ പൗഡറിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ നടുകയാണെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം മുളയ്ക്കാതിരിക്കുക എന്നുള്ള പ്രശ്നം മാറിക്കിട്ടും. പിന്നെ നമ്മൾ പുതുതായിട്ട് ചെടിയൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മിശ്രിതം ഇല്ലേ, പോട്ടി മിക്സിൽ നമ്മൾ ഇതുപോലെ 1 സ്പൂണോ 1/2 സ്പൂണോ ഒക്കെ ഇതുപോലെ ഫംഗിസൈഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മണ്ണിലൊക്കെയുള്ള ഫംഗസുകളെല്ലാം അത് നശിപ്പിക്കും. അപ്പോൾ ചെടിക്ക് പ്രത്യേകിച്ച് കേടുകളൊന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഒരു സാഫിനെ ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ നമ്മുടെ കട്ടിങ്സുകളൊക്കെ ഉപയോഗിക്കത്തില്ലേ, ഏത് ചെടിയുടെയാണോ നമ്മൾ കട്ടിങ്സ് ഒക്കെ ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കട്ടിങ്സുകളെ ഈ സാഫ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നട്ടാലും പിന്നെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ നമുക്ക് തടയാൻ പറ്റും. അത് പെട്ടെന്ന് പൊടിച്ച് കിട്ടുകയും ചെയ്യും. ഇതുപോലെ അഡീനിയം പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളെ നമ്മൾ മുറിച്ച് ഒക്കെ മാറ്റുകയാണെങ്കിൽ, ബ്രാഞ്ചൊക്കെ മുറിച്ചൊക്കെ മാറ്റുകയാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഫംഗിസൈഡ് പുരട്ടി കൊടുത്തില്ല എങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചെടി തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന പാർട്ടിൽ നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ ഈ സാഫിനെ പേസ്റ്റ് രൂപത്തിലാക്കി കട്ട് ചെയ്ത പാർട്ടിൽ തേച്ച് കൊടുക്കണം. ഇതുപോലത്തെ അഡീനിയം പോലത്തെ പ്ലാന്റുകൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നതൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് നമ്മളിത് തേച്ച് കൊടുക്കുക തന്നെ വേണം. ഇനി ഇതിനെ നമ്മൾ പുതിയ പോട്ടിലോട്ട് മാറ്റി നൽകുകയോ അല്ലെങ്കിൽ വേറെ പുതിയൊരു പോട്ടിംഗ് മിക്സൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് ഇതുപോലത്തെ സാഫ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ അങ്ങ് പിറ്റേന്ന് നട്ടാലും മതി, എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നു വരും. അപ്പോഴേ 1, 2, 3 ഒന്നൊന്നല്ല, ഒരു 100 ഗുണങ്ങളുണ്ട് നമ്മളുടെ ഈ സാഫ് കൊണ്ട്. അപ്പോൾ ചെടി വളർത്തുന്നവരായാലും കൃഷി ചെയ്യുന്നവരായാലും നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറായിട്ട് സാഫിനെ കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ സാഫിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ കൂടി അറിയിക്കണ്ടേ? ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും കമന്റ് ബട്ടണിലും ഒന്ന് ഞെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്ക് ബൈ ഫ്രം സിജി. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.